സെപ്റ്റംബർ 5, 6 തീയതികളിലെ പ്രധാന വാർത്താ സംഭവവികാസങ്ങളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. ഓക്കെ, അപ്പോ കഴിഞ്ഞ 2 ദിവസത്തെ ചില പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. 1. മണിപ്പൂർ വിഷയം. കേന്ദ്ര സർക്കാരും അവിടുത്തെ സംസ്ഥാന സർക്കാരും പ്രധാന ഗോത്രവിഭാഗക്കാരായ കുക്കീസോ വിഘടനവാദി ഗ്രൂപ്പുകളുമായി ഒരു വെടിനിർത്തൽ കരാർ, അതായത് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ SOO പുതുക്കിയിട്ടുണ്ട്. പക്ഷെ അവിടത്തെ പ്രധാന മേത്തേ സംഘടനയായ കോക്കോമി ഇതിനെ എതിർക്കുകയാണ്. രണ്ടാമതായിട്ട് ഹിമാലയൻ മേഖലയിലെ ദുരന്തങ്ങൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ പ്രളയങ്ങൾക്ക് കാരണം ഈ അനധികൃത മരം മുറിയും പിന്നെ അശാസ്ത്രീയമായ വികസനവുമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദേശീയപാത അതോറിറ്റിക്ക്, അതായത് NHAIക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട്. 3. GST 2.0. നികുതി ഘടന കുറച്ചുകൂടി ലളിതമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 5%, 18% എന്നിങ്ങനെയുള്ള കുറഞ്ഞ നിരക്കുകളിലേക്ക് മാറ്റാനാണ് നോക്കുന്നത്. ഇത് ഉപഭോഗം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. പിന്നെ GST സംബന്ധിച്ച തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനായിട്ട് GST അപ്പലേറ്റ് ട്രിബ്യൂണൽ GSTIT ഈ വർഷം തന്നെ വരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4. കാര്യം, ഗവർണറും ചാൻസലർ പദവിയും തമ്മിലുള്ള തർക്കം. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണറുടെ അധികാരത്തെ ചൊല്ലി സർക്കാരുകളുമായി തർക്കം ഇപ്പോഴും തുടരുകയാണല്ലോ. 5. മാറുന്ന ലോക സാഹചര്യം. അമേരിക്ക ഒരു സംരക്ഷണവാദ നയം പിന്തുടരുമ്പോഴും ഇന്ത്യ തന്ത്രപരമായ സ്വയംഭരണാവകാശം അഥവാ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നുവെച്ചാൽ സ്വന്തം താൽപ്പര്യങ്ങൾ നോക്കി പല രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കും. 6. ഓൺലൈൻ സംഭാഷണങ്ങളുടെ നിയന്ത്രണം. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ഇൻഫ്ലുവൻസർമാരുടെയൊക്കെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്നൊരു ആശങ്കയും ഉയർത്തുന്നുണ്ട്, അല്ലേ? 7. ഇന്ത്യ-ചൈന അതിർത്തി വിഷയം. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ മറ്റു ബന്ധങ്ങളൊന്നും സാധാരണ നിലയിലാകില്ല എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇത് പണ്ടത്തെ, അതായത് 1988-ൽ രാജീവ് ഗാന്ധിയുടെ സന്ദർശനത്തോടെ തുടങ്ങിയ അതിർത്തി തർക്കം അവിടെ നിൽക്കട്ടെ, മറ്റു കാര്യങ്ങളിൽ സഹകരിക്കാം എന്ന നയത്തിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. 8. പോയിന്റ്, ഇന്ത്യയുടെ ജനസംഖ്യാമാറ്റം. രാജ്യത്തെ മൊത്തം പ്രത്യുൽപാദന നിരക്ക്, അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ TFR 1.9 ആയി കുറഞ്ഞു. ഇത് റീപ്ലേസ്മെന്റ് ലെവലായ 2.1നും താഴെയാണ്. എന്നുവച്ചാൽ ജനസംഖ്യ ഭാവിയിൽ കുറയാൻ സാധ്യതയുണ്ട്. ഇത് പ്രായമായവരുടെ എണ്ണം കൂടാനും കാരണമാകും. കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ. 9. ഇന്ത്യ-സിംഗപ്പൂർ ബന്ധം. വളരെ തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിലെ സുരക്ഷ, പിന്നെ പ്രതിരോധ സാങ്കേതികവിദ്യ, ഹരിത ഊർജം എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. 10. അവസാനത്തേതുമായി ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം. ഇന്ത്യയിൽ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ അമിതമായി ഉപയോഗിക്കുന്നത് മരുന്നുകൾക്ക് പ്രതിരോധശേഷി ഉണ്ടാകുന്നതിന്, അതാണ് AMR. പുറമേ നമ്മുടെ കുടലും തലച്ചോറും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അതിനെ ബാധിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അപ്പോ ഇവയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ശ്രദ്ധേയമായ ചില വാർത്താവിശേഷങ്ങൾ.